തുടരുന്നു. കഴിഞ്ഞ ദിവസം നാദാപുരത്ത് ഒരു വീട് കൂടി തകർന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടമുണ്ടാക്കുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. 2 മാസത്തിനിടയിൽ 35 വീടുകളാണ് കോഴിക്കോട് ജില്ലയിൽ തകർന്നത്. ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നിരവധി പേർക്ക് പരിക്കേറ്റു. നിശ്ചിത വലിപ്പത്തിൽ കുറഞ്ഞ ചെങ്കല്ലുകൾ ഉപയോഗിക്കുന്നതിനാൽ ചുമരുകൾ തമ്മിലുള്ള ബന്ധം കുറയുന്നു. ഇതാണ് വീടുകൾ തകരാൻ കാരണം. വീട് നിർമ്മിക്കുന്ന ഭൂമിയുടെ പ്രത്യേകത പരിഗണിക്കാതെ തറ പണിയുന്നതും ഗുണമേന്മ കുറഞ്ഞ കരിങ്കൽ പൊടികൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും മറ്റു കാരണങ്ങളാണ്. മോശമായ ക്വാളിറ്റി സാധനം ഇറക്കരുത് എന്നൊരു നിയന്ത്രണം സർക്കാരിൻ്റെ ഭാഗത്ത് ഇല്ലാത്തത്തോളം കാലം ഇതിനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒന്നാമത്തെ വിഷയം കല്ല് തന്നെയാണ്. രണ്ടാമത്തെ വിഷയം ടെക്നിക്കൽ നോഹൗ തീരെ ഇല്ലാതെയാണ് നിർമ്മാണം നടത്തുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വീഴുന്ന വീടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പാവപ്പെട്ട ആളുകളുടെ വീടായിരിക്കും കൂടുതൽ വീഴുക. കൃത്യമായ വാഷിംഗ് ഇല്ലാതെ കൃത്യമായ സീവ് ചെയ്യാതെയാണ് എംസാൻഡ് വരുന്നത്. അങ്ങനെ എംസാൻഡ് വരുന്നതുകൊണ്ട് എന്തായ വെള്ളം ഒഴിച്ചിട്ട് കോറി ഡസ്റ്റിനെ എംസാൻഡ് എന്നുള്ള വ്യാജേനാണ് പല സ്ഥലത്തും ഇറക്കി കൊടുക്കുന്നത്. ഇനി മണൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ കോഴിക്കോട് വിപണനം ചെയ്യുന്നതിന് 75-80% മണലേ അല്ല. കുറഞ്ഞ വിലയ്ക്ക് സാമഗ്രികൾ എത്തിക്കുന്നവരുടെ വീടുകളാണ് തകർന്നവയിൽ മിക്കതും. കൂടുതൽ വീടുകൾ തകർന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നജാത്തുള്ള, മീഡിയ.